ഇറ്റ്സ് വെനസ്ഡേ മോർണിംഗ്. ഇപ്പം നമ്മൾ പോകുന്നത് എരമുല്ലൂർ പടിഞ്ഞാറ് വശം നീണ്ടകര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. വൈകുന്നേര സമയങ്ങളിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ചില്ല് ഔട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണിത്. ചേർത്തല നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 18 കിലോമീറ്റർ ആണ്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് അർത്തുങ്കൽ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് 22 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും വിശ്വേട്ടനും ബേബി ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ പോകുന്നത്. എനിക്ക് നീണ്ടകര എന്ന് പറയുമ്പോൾ കൊല്ലം നീണ്ടകര അറിയത്തുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഞാൻ വന്നിട്ടുമില്ല. എനിക്ക് ഈ ഒരു സ്ഥലത്തിനെ പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം ഇതുവഴിക്ക് എന്തോ ഷൂട്ടിന് പോയപ്പോഴത്തേക്കും അങ്ങനെ ഈ ഒരു പ്ലേസിൽ നല്ല തിരക്ക് കണ്ടിട്ട് അങ്ങനെയാണ് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചില്ല് ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. വീക്കെൻഡ്സിലൊക്കെ അത്യാവശ്യം ഇവിടെ നല്ല തിരക്കുണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അടുത്ത 1-2 ഷോപ്സൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ചായ എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിക്കണമെങ്കിൽ ഷോപ്സൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇന്ന് ഇട ദിവസം ആയതുകൊണ്ട് തന്നെ ഷോപ്സ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. നമ്മൾ ഏകദേശം 5:30 ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ടൈമിൽ കണക്കൂട്ടിയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. വൈകിട്ടാകുമ്പോൾ സൺസെറ്റ് കണ്ടിട്ട് പോലെ ആ ഒരു ടൈമിലാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിലും ഓപ്പണാണ്. റോഡിൻ്റെ 2 സൈഡിലും ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ്. നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടേ ഇരിക്കും. നല്ല രസം ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡായിരുന്നു അവിടെ സ്പെൻഡ് ചെയ്ത് അത്രയും ടൈമിലും. രസം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിലായതുകൊണ്ട് കുറച്ച് നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അല്ലാണ്ട് ഓക്കെയാണ്. നല്ലൊരു പ്ലേസ് ആയിരുന്നു. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ. നമുക്കാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബെഞ്ചസ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ബെഞ്ചസും ഫില്ലായിരുന്നു. അപ്പോൾ കുറച്ച് സമയം നമ്മളവിടെ നടക്കാമെന്ന് വിചാരിച്ചു. കിഡ്സിനൊക്കെ ആണെങ്കിലും കളിക്കാനായിട്ട് സീസോയും സ്ലൈഡിങ്ങും ഒക്കെ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരും കുറച്ച് സമയം അതിൽ കയറി കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സമയം അതിലൊക്കെ കയറി കളിച്ചിട്ടുണ്ടായിരുന്നു. ആരുമാണെന്നുണ്ടെങ്കിൽ ചെന്ന സമയം തൊട്ടേ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കാരണം നമ്മൾ താഴെ ഇറക്കി വിടുന്നുണ്ടായിരുന്നില്ല. കാരണം റോഡാണ്, ഏത് റൂട്ട് പോകുന്ന റോഡാണെന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം തിരക്കുള്ള റോഡായിരുന്നു. അപ്പോൾ റോഡിൽ ഇറക്കി വിട്ടാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ റോഡ് സൈഡിലായിട്ടാണ് നമുക്ക് ബെഞ്ചസൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പിന്നെ കളിക്കാനുള്ള ആ ഒരു ഓപ്ഷൻസ് ഒക്കെ കിട്ടിയപ്പോഴാണ് ആരും ഒന്ന് സെറ്റായത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമിൽ മഴക്കോളൊക്കെ വന്നിട്ട് ഇങ്ങനെ സൺ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു മിക്കവാറും നമ്മുടെ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെന്നൊരു ടൈമിൽ ഓക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല വൈബായിരുന്നു കേട്ടോ. വിഷ്ണു ഇതിനു മുന്നേ കണ്ടതുപോലത്തെ ഒരു സൺസെറ്റ് ആയിരുന്നില്ല ഇത്. അത്രയും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. എങ്കിലും എനിക്ക് ആ ഒരു വൈബ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നു. ഇപ്പം നമ്മൾ നീണ്ടകരയിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടാണെന്നുണ്ടെങ്കിലും ഭയങ്കര രസമാണ്. മീൻസ് നമ്മൾ ഈ ആലപ്പുഴ സൈഡിലോട്ടൊക്കെ കാണുന്ന പോലത്തെ ഒരു ടച്ച് വരുന്ന വഴികളാട്ടോ. അത്യാവശ്യം ചെമ്മീൻ കെട്ടും വലകളും അങ്ങനെ കുറേ കാര്യങ്ങൾ, കൃഷികൾ, അങ്ങനെയുള്ള കുറേ സീനറിയൊക്കെ കണ്ടാൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ആ ഒരു പോകുന്ന വഴി തന്നെ അത്യാവശ്യം നല്ല വൈബാണ്. ആലപ്പുഴയിൽ നമ്മൾ ഇങ്ങോട്ട് വിട്ടു പോരാണെന്നുണ്ടെങ്കിൽ പിന്നെ ബീച്ചിലല്ലാണ്ട് ഇങ്ങനൊരു സൺസെറ്റ് വരെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ആലപ്പുഴയിൽ എനിക്ക് പേഴ്സണലി സൺസെറ്റ് ഭയങ്കര താല്പര്യമാണ്. ഞാൻ എപ്പോഴും ബീച്ചിലാണ് പോയി സൺസെറ്റ് കാണുന്നത്. അതിൽ നിന്ന് ഒരു ചേഞ്ച് വന്നപ്പോഴത്തേക്കും എനിക്കത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമ്മളവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ആരും തിരിച്ചു വരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം പുള്ളിക്ക് കളിക്കാനുള്ള കുറച്ച് ഓപ്ഷൻസ് ആയി കിട്ടിയ പുള്ളി അതിൽ ചില്ലായിരുന്നു. പിന്നെ നമ്മൾ ഒരു വിധത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോരാ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ ചാലെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. പക്ഷേ ഞങ്ങളവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഫ്രണ്ടിനാണെങ്കിലും പിറ്റേ ദിവസം ഓഫീസിലൊക്കെ പോകേണ്ട. അപ്പോൾ കുറച്ച് നേരത്തെ വീട്ടിലെത്തണമായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വിട്ടിങ്ങോട്ട് പോകുന്നത് ചേർത്തലയിൽ വന്നിട്ട് കഫേ പച്ചില എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ട്രാവൽ വ്ളോഗ് ആണ്, അതിലിങ്ങനെ കുത്തിക്കയറ്റുന്നില്ല. അപ്പോൾ അത്ര ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടി വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാണുന്നവരെ ബൈ.